KSRTCയുടെ അന്തകനാണത്. അല്ല, ഇതിനകത്തൊരു വേറൊരു സംവിധാനത്തിൻ്റെ കാര്യമുണ്ട്. ഭരണമാറ്റമല്ലാതെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. രാഷ്ട്രീയം ഭക്ഷിക്കാൻ കൊള്ളത്തില്ല. ജീവനക്കാരനും പെൻഷൻകാരനും തീരുമാനിച്ചിരിക്കുകയാണ് വോട്ട് UDF അനുകൂലമായി ചെയ്യണമെന്ന്. നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാവുന്ന സംവിധാനമുള്ള നിരവധി വർക്ക്ഷോപ്പുകളുണ്ട്. അത് നിർത്തിയിട്ട് പുറത്ത് കൊടുക്കുന്നത് അഴിമതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത കണ്ടു. അതായത് ഏത് പാർട്ടി എന്ന് നോക്കില്ല, KSRTCയിൽ നിന്ന് വിരമിച്ചവരും അവരുടെ കുടുംബക്കാരുമെല്ലാം UDFനെ പിന്തുണക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സത്യമുണ്ടോ അതിൽ? തീർച്ചയായിട്ടും 10 വർഷം സമാനതകളില്ലാതെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. ഈ പെൻഷൻ ഇപ്പം ഈ കൺസോർഷ്യം വഴി തരുമ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ പോയി കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചത് 5 വർക്കിംഗ് ഡേ, അതായത് 7-ാം തീയതിക്കകം പെൻഷൻ തരണമെന്ന് വിധി അതിനെതിരെ അവർ അപ്പീൽ കൊടുത്തിരിക്കുക. 7-ാം തീയതിക്കകം തരണമെന്നുള്ള വിധി നിലനിൽക്കുമ്പോൾ പോലും കണ്ടംപ്റ്റ് കൊടുത്താണ് പലപ്പോഴും പെൻഷൻ മേടിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരിക്കലും 1-ാം തീയതി അവർ തരാൻ തയ്യാറായിട്ടില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ മാസത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു. അപ്പം ഇനി ഈ പറയുന്ന ഉത്തരവ് തിരുത്തി കൊടുത്ത് മറ്റേത് പൈസ കൊടുത്തിട്ട് തിരിച്ചു വരണമെങ്കിൽ ഇലക്ഷന് മുമ്പ് കിട്ടത്തില്ല. ഒരു ഇലക്ഷൻ വരുമ്പം പോലും അതിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വേണ്ടല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് തന്നെയായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിടക്കൽ ആ മാസവും കൃത്യമായിട്ട് കിട്ടിയില്ല. ഇപ്പോഴും അത് തന്നെ അവസ്ഥ. അപ്പോൾ ഒരു പുതിയൊരു സർക്കാർ, UDFൻ്റെ സർക്കാർ വന്നാൽ ഇന്നത്തെ നിലയിൽ, അതായത് പരിഷ്കരണമൊന്നുമില്ലാതെ നേരാംവണ്ണം ഈ പെൻഷൻ തന്നാൽ തന്നെ വലിയ ദുരിതം മാറുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. തന്നല്ല, അവർ ഈ പ്രകടന പത്രികത്ത് പറയുന്നത് പെൻഷൻ പരിഷ്കരിക്കും, ശമ്പളം പരിഷ്കരിക്കും, DADR കുടിശ്ശികൾ തന്നു തീർക്കും, പെൻഷൻ നേരിട്ട് തരും. ഇതൊക്കെ പ്രതീക്ഷയാണല്ലോ നമ്മുടെ. തീർച്ചയായിട്ടും അങ്ങനെ പറയാനൊരു മനസ്സ് കാണിച്ച് ഈ 10 വർഷം ഭരിച്ച് നമ്മളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചവർ ഇനിയെങ്കിലും വരുമ്പം ഞങ്ങൾ ചെയ്തത് പരിഹരിക്കും എന്നൊരു വാക്ക് കൃത്യമായി പറയാതെ പോയതാണ് അവരുടെ പ്രകടന പത്രിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ജീവനക്കാരനും പെൻഷൻകാരനും തീരുമാനിച്ചിരിക്കുകയാണ് വോട്ട് UDF അനുകൂലമായി ചെയ്യണമെന്ന്. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. നമ്മളതിന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലായിടത്തും അതിന് വേണ്ട പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്ത് തന്നെ നമ്മൾ പ്രവർത്തനത്തിലാണ്. അതിനകത്ത് നമുക്കിനി പിന്നോട്ട് പോകാനൊക്കത്തില്ല. കാരണം ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. ഇത് നിന്നാൽ ജീവിക്കാൻ കഴിയത്തില്ല. മുഴുവൻ പേരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇവിടെ മാത്രമുള്ളൊരു കാര്യമല്ലത്. എല്ലായിടത്തും പെൻഷൻ, ജീവനക്കാരന് പെൻഷൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അതിനൊരു നിർവചനം മാറ്റിവയ്ക്കപ്പെട്ട വേതനമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമുക്ക് വേണ്ടി പിന്നീട് കരുതി വയ്ക്കുന്നതാണ് ഇതിരുന്നത്. അത് തരത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ എതിർക്കേണ്ടത്, മനഃപൂർവ്വം തരാത്തവരെ എതിർക്കേണ്ടത് ഇതിന് അർഹതയുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതിനെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് പരമായിട്ട് സംസാരിച്ചതിനൊക്കെ അപ്പുറത്ത് പ്രകടന പത്രികയിൽ ഇത്രയും എഴുതി ചേർക്കാൻ, ഈ നേരത്തെ പറഞ്ഞ 5 ഗ്യാരൻറ്റികളടക്കം മുമ്പിൽ വെച്ചൊരു പ്രകടന പത്രിക ഇറക്കുമ്പോൾ ഈ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായി സൂചിപ്പിക്കാനും ഉള്ള മനസ്സ് കാണിച്ചപ്പം നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമ്മൾ വോട്ടിൽ കൂടി പ്രതിഫലിപ്പിക്കും, സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ നിലവിൽ കുടിശ്ശിക വന്നിട്ടുണ്ടോ പെൻഷനിൽ? ഇപ്പം ഈ നിലവിൽ കുടിശ്ശികയില്ല. പക്ഷേ നമുക്ക് 1-ാം തീയതിയാണ് പെൻഷൻ എന്ന് പറയുന്ന അഡ്വാൻസും ശമ്പളം ആ മാസം അവസാനവും വന്നിട്ടുണ്ട്. അപ്പോൾ 1-ാം തീയതി പെൻഷൻ കിട്ടാതെ നമുക്ക് കുടിശ്ശികയായിട്ട് കണക്കാക്കാം. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ കണക്കാക്കേണ്ട കാലഘട്ടമൊക്കെ പോയി. എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഉത്തരവിറങ്ങി ആ ഉത്തരവിനനുസരിച്ച് ഈ റീപേയ്മെൻറ്റ് തുക കൊടുത്ത് എല്ലാ സൊസൈറ്റികൾക്കും എത്തി. അത് വീണ്ടും അവർ പിരിച്ച് അതേ പാതയിൽ കൂടി തിരിച്ച് കേരള ബാങ്കിലെത്തി വീണ്ടും ഈ സൊസൈറ്റികൾക്ക് തന്നെ കൊടുത്തിട്ട് വേണം അവർ വിതരണം ചെയ്യേണ്ടത്. ഈ വിതരണം ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു 10 ദിവസമൊക്കെ എടുക്കും. 15-ാം തീയതി ആവും. അല്ല, 15-ാം തീയതി ആണെന്ന് മാത്രമല്ല, ഓരോരുത്തരത്ത് കൊടുത്തു വരുമ്പോൾ ഈ സംസ്ഥാനത്ത് മൊത്തം കൊടുക്കുന്ന ഒരു 15 ദിവസത്തെ ഇതുകൊണ്ട് കൊടുത്തു തീരത്തുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൊടുക്കുകയല്ല. എല്ലാവർക്കും കൂടെ ഒന്നിച്ച്, അതായത് ഈ ഒരു പണം കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പ്ലാനിങ് പറ്റത്തില്ല. കിട്ടുമ്പം ചെയ്യാം. അതെ. ആശുപത്രി പോകേണ്ടവനാണെങ്കിൽ ഇത് കിട്ടിയിട്ട് ആശുപത്രിയിൽ പോകാം, കിട്ടിയിട്ട് ആഹാരം കഴിക്കാം എന്ന് വെക്കുക. അല്ലാതെ ഇത്രയും നമുക്ക് ആഹാരം കഴിക്കാം, ഇത് കിട്ടിയിട്ട് നമുക്ക് കഴിക്കാം എന്ന ഒരു സ്ഥിതിയല്ല. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. നമുക്ക് സത്യത്തിന് മുമ്പിൽ കാണാൻ. അല്ല, അത് അങ്ങനെ ഒരാളോട് യാചിക്കേണ്ട പണമൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. ഇത് നേരെ മറിച്ച് മറ്റൊരു വകുപ്പുകാരന്, ഒരു സർക്കാർ ജീവനക്കാരന് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി?
അപ്പോൾ കെ എസ് ആർ ടി സിക്കാരന് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ പെൻഷൻ കിട്ടിയ ഒരാൾക്ക് മാത്രം ഈ പെൻഷൻ തുക കൊടുക്കണ്ട എന്നൊന്നും നിയമമില്ല. പക്ഷേ നിങ്ങൾ വളരെയധികം സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ UDF സർക്കാരിൻ്റെ വരവ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പോരാട്ടം അതിൻ്റെ വളരെ ശക്തമായൊരു പോരാട്ടം നടക്കുന്നു. 10 വർഷം എങ്ങനെയായിരുന്നു ഇവിടെ പിണറായി വിജയൻ സർക്കാർ ഭരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇനി വരുന്ന UDF സർക്കാർ എന്തു ചെയ്യുന്നു, അവരുടെ പ്രകടന പത്രികയും ഇറങ്ങിക്കഴിഞ്ഞു. സത്യത്തിൽ KSRTC പെൻഷൻകാർ, പെൻഷൻ പറ്റിയവരെല്ലാം UDF സർക്കാരിൻ്റെ വരവ് വളരെ പ്രതീക്ഷയോടെയാണോ കാണുന്നത്? വളരെ പ്രതീക്ഷയോടാണ്, അതിനുള്ള പ്രവർത്തനത്തിലുമാണ് അവർ വന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് തന്നെയാണ് ഇതിനകത്ത് ജീവനക്കാരുടെയും, പെൻഷൻകാരുടെ തന്നെയല്ല, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും താല്പര്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ യൂണിയൻ കൃത്യമായി നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. മറ്റുള്ള ആളുകളും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനക്കാരുടെ CIT അടക്കമുള്ള സംഘടനകൾ പോലും മടുത്തു കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ശമ്പളം ഗഡുക്കളായി കൊടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് കൂപ്പൺ കൊടുത്ത ഒരു സാധനം മേടിക്കാൻ കൂപ്പൺ കൊടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ആ സാഹചര്യത്തിന് വ്യത്യസ്തമായി ഒരു കാര്യം ആരാ ആഗ്രഹിക്കാത്തത്? രാഷ്ട്രീയം ഭക്ഷിക്കാൻ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തെ മുഴുവൻ ആളുകളും അവരുടെ കുടുംബവും, ഇതിനകത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 43,000 പെൻഷൻകാരും 20,000 മുകളിലുള്ള സ്ഥിരം ജീവനക്കാരേ ഉള്ളൂ. അത് ഞാൻ പറയാം, പുറകാലെ പറയാൻ ബാക്കി. അവരും അവരുടെ കുടുംബം, അപ്പോൾ ഏതാണ്ട് 80,000, 46, 48, 50, 70 മേളിലുള്ള കുടുംബമാണത്. ആ കുടുംബം അവർക്ക് വേണ്ടപ്പെട്ട ഒരു നിസ്സാരമല്ല. 2-2.5 ലക്ഷം ആളുകളെങ്കിലും നമ്മളൊരു 3-4 എന്നുള്ള കണക്കെടുത്താൽ വരും. ഇതെല്ലാ പഞ്ചായത്തുകളിലും ഒരു കുറേശ്ശെ ജീവനക്കാരും പെൻഷൻകാരും ഇല്ലാത്ത ഒരു പഞ്ചായത്ത്, കുടുംബങ്ങളും ഇല്ലാത്ത ഒരു പഞ്ചായത്തും ഇല്ല. അവർ വേണ്ടവണ്ണം പ്രവർത്തിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിൻ്റെ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അതിനകത്ത് ട്രാൻസ്പോർട്ടുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ UDFന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്, നാളെ ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും പെൻഷൻകാരെ പോലെ തന്നെ ജീവനക്കാർ എത്ര പേരുണ്ട് എന്നറിയില്ല, എങ്കിലും ജീവനക്കാർക്കും അതേ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ശമ്പളത്തിൻ്റെ കാര്യത്തിലൊക്കെ. തീർച്ചയായിട്ടും 20,000 സ്ഥിരം ജീവനക്കാരേ ഉള്ളൂ ഇതിനകത്ത്. അവർക്കും നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും 1-ാം തീയതി ഒന്നും ശമ്പളം കൊടുക്കുന്നില്ല. മന്ത്രി പറയും 1-ാം തീയതി കൊടുത്തല്ലോ എന്നൊക്കെ. ഈ അടുത്തിടയ്ക്ക് 1-2 പ്രാവശ്യം പറഞ്ഞു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പറഞ്ഞു ഇത് 1-ാം തീയതി കിട്ടേണ്ടതാണ്. കഴിഞ്ഞ മാസത്തെ ശമ്പളമാണ്. ഞാനൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ആ മാസം ലാസ്റ്റ് വർക്കിംഗ് ഡേ കിട്ടും. 31-ാം തീയതി അവധിയാണെങ്കിൽ 30-ാം തീയതി കിട്ടും. 30, 31 ഹോളിഡേ ആണ്, 29-ാം തീയതി കിട്ടും. അതാണ് അതിൻ്റെ നിയമം. അത് തന്നെയാണ്. അത് കൊടുക്കാതെ 1-ാം തീയതി ശമ്പളം കൊടുത്തു എന്ന് നിയമസഭയിൽ മന്ത്രി ബജറ്റ് പ്രസംഗത്തിനകത്ത് പോലും പറഞ്ഞതാ. 1-ാം തീയതി 1-ാം തീയതി അല്ല കൊടുക്കേണ്ടത്, 1-ാം തീയതി പെൻഷനാണ് കിട്ടേണ്ടത്. അത് ആ മാസത്തെ പെൻഷനാണ് കിട്ടുന്നത്. ആ തുടങ്ങുന്ന മാസത്തെ പെൻഷൻ അഡ്വാൻസായിട്ട് 1-ാം തീയതി കിട്ടണം. 30-ാം തീയതി ശമ്പളം കിട്ടണം. 30-ാം തീയതി ലാസ്റ്റ് വർക്കിംഗ് ഡേ. അതാണ് KSRTCയുടെ നിയമം. തന്നെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ശമ്പളം. അതാണ് ഈ പിറ്റേ 1-ാം തീയതി കൊടുത്തു എന്ന് അംഗീകരിക്കുന്നത്. അതെ, അങ്ങനെയുള്ള ഒരു നിരന്തരം ഇങ്ങനെ ജീവനക്കാരെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഇങ്ങനൊരു വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ സർക്കാർ 10 വർഷം, ശരിക്കും പറഞ്ഞാൽ KSRTCയെ തന്നെ ഒന്ന് ഇല്ലാതാക്കിയാലോ എന്നുള്ള ചിന്ത വരെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ജോലി ചെയ്ത സർക്കാർ, അത് ഈ കോർപ്പറേഷൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ച അവർ സത്യത്തിൽ അതിനെ അപകടാവസ്ഥയിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആക്കിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഈ നമ്മൾ പലപ്പോഴും പറയും ജീവനക്കാരനും ഒക്കെ സംതൃപ്തരാണെങ്കിലേ ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാനൊക്കത്തുള്ളൂ. അവർ സംതൃപ്തരല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു ഒരു ഒരു പ്രശ്നം അതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ് KSRTCയിലെ CIT യൂണിയൻ്റെ പ്രസിഡൻറ്റ്. ആലോചിച്ച് നോക്കണം. ആ ആൾ പ്രസിഡൻ്റായിട്ടിരിക്കുന്നൊരു യൂണിയൻ ഇതിൽ പ്രവർത്തിക്കുമ്പം പോലും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എങ്കിൽ അവരുടെ മനോഭാവത്തിന് വേറൊരു അളവ് പോലും വേണ്ട. അതുപോലെ തന്നെ
ആനത്തലവട്ടം ആനന്ദനായിരുന്നതിന് മുമ്പ് CITUവിൻ്റെ പ്രസിഡന്റ്. അത് അങ്ങനെ തന്നെ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പെൻഷൻ സംഘടനയുണ്ട്. അത് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. അത് സ്വതന്ത്ര സംഘടനയാണെന്നും ഏക സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം ഒരു പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നത് ഇതിനകത്ത് CITU യൂണിയൻ്റെ പ്രസിഡൻ്റാണ് ആയ TP രാമകൃഷ്ണൻ തന്നെ. കാരണം ഇവർ സമരം ചെയ്യുമ്പോൾ അദ്ദേഹമായി പോയി ചില ഉറപ്പുകൾ കൊടുത്ത് ഇവരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള ബന്ധം അതിൽ നമുക്ക് വ്യക്തമാണ്. അവർ വിചാരിച്ചിട്ട് പോലും ഈ പെൻഷൻകാരൻ്റെയും ജീവനക്കാരൻ്റെയും പെൻഷൻ കഴിയാഞ്ഞിട്ടായിരിക്കത്തില്ല. മറ്റെല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വയ്യാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ മനഃപൂർവ്വം പരിഹരിക്കുന്നില്ല എന്നൊരു പരാതി ഇതിനകത്തെ CITU യൂണിയനിൽ പെടുന്ന ജീവനക്കാർക്കും ഈ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പെൻഷൻ സംഘടനയ്ക്കകത്തെ പെൻഷൻകാർക്കും ഉണ്ട്. അത് തീർച്ചയായിട്ടും അവർ ഈ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ KSRTCയെ രക്ഷിക്കാൻ വേണ്ടി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഒറ്റ തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമല്ല ഇതിനൊരു ഫലമുണ്ടാകുകയുള്ളൂ. അങ്ങനെ KSRTC രക്ഷിക്കാൻ അത് നമുക്ക് കിട്ടേണ്ട വേതനമായാലും പെൻഷനായാലും അത് കിട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു സർക്കാർ വേണം എന്നുള്ള നിലയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെടുന്നവരും KSRTC ജീവനക്കാരായാലും പെൻഷൻകാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞോ? KSRTCയിലെ നിലവിലെ ജീവനക്കാരും പെൻഷൻകാരും രാഷ്ട്രീയം സത്യത്തിൽ അവനിപ്പോൾ ഇല്ലയെന്ന് വേണേൽ പറയാം. കാരണം അവൻ്റെ നിലനിൽപ്പാണ് ഇപ്പോൾ പ്രശ്നം. സ്വാഭാവികമായിട്ടും അവർക്ക് രാഷ്ട്രീയമൊക്കെ ഉള്ളവരാണെങ്കിലും അവരൊരു തീരുമാനം എല്ലാവരും എടുത്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് വ്യക്തവുമാണ്. പലയിടത്തെയും പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാണ്. നമ്മൾ ഈ ഫീൽഡിൽ കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് ബോധ്യം. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവരതിന് തക്കവണ്ണം UDFന് അനുകൂലമായ നിലപാടുമായിട്ട് തന്നെ അവർ മുമ്പോട്ട് പോവുക. കാരണം അതേ ഉള്ളിൻ്റെ ഒരു മാർഗം എന്ന് അവർക്കറിയാം. കാരണം 10 വർഷമാണ് അനുഭവിച്ചത്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നേരത്തേക്കാണെങ്കിൽ 5 വർഷം കൂടിയിരിക്കും ഒരു ഭരണം മാറുമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി 10 വർഷം തുടർച്ചയായി 2 സർക്കാർ ഒരാളുടെ തന്നെ നേതൃത്വത്തിൽ ഒരു പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിൽ വന്നപ്പം ഈ 10 വർഷം അനുഭവിച്ച ബുദ്ധിമുട്ട് സമാനതകളില്ലാത്തതാണ്. അതിന് ഈ ഒരു ഭരണമാറ്റമല്ലാതെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ ആളുകളും അതിനകത്ത് ഏത് ഗ്രൂപ്പിൽ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫിൽ അവർ യൂണിയനിൽ നിന്നാലും ഏത് പെൻഷൻ യൂണിയനിൽ നിന്നാലും അവരുടെ തീരുമാനം ഒന്നാണ്. അവർ പ്രതികരിക്കാനുള്ള തീരുമാനമാണ്, പ്രതികരിച്ചിരിക്കും. KSRTCയിൽ ഞാൻ പറഞ്ഞു കേട്ടത് പ്രകാരം ഈ സ്വിഫ്റ്റ് ബസ് അത് സാധാരണ ബസ്സിൽ നിന്ന് വ്യത്യാസമുള്ളതാണോ? ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുമല്ലോ ഒന്നിൽ നിന്നെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ ഗുണം മാത്രം അനുഭവിക്കുകയും ചിലവെല്ലാം വേറൊരാൾ വഹിക്കുന്ന ഒരു ഇത്തിൽ കണ്ണി ടൈപ്പാണത്. അതൊരു സമാന്തര കമ്പനി പോലാണിത് പ്രവർത്തിക്കുന്നത്. ഇപ്പം KSRTC ഡിപ്പോയിൽ നിന്ന് ഡീസൽ അടിക്കും, KSRTCയുടെ വർക്ക്ഷോപ്പിൽ അത് പ്രവർത്തിപ്പിക്കും, അതിൻ്റെ പണികൾ തീർക്കും. ഈ ഓടി വരുന്ന പൈസ മാത്രം വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്, വേറൊരു പാതയിലേക്കാണ് ഇത് പോകുന്നത്. അതിനേക്കാൾ ഒക്കെ രസകരമായ സംഗതി സ്വിഫ്റ്റിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരും താൽക്കാലികക്കാരാണ്. 715 രൂപയാണ് ശമ്പളം. ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷം എന്ന് പറയുന്ന തൊഴിലാളി സർക്കാരെന്ന് അഭിമാനിക്കുന്നവർ ഇതിനകത്ത് എടുക്കുന്ന ജീവനക്കാരന് കൊടുക്കുന്ന 715 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. അത് രാത്രിയായാലും പകലായാലും 715 രൂപയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോൾ PSC എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പിൻവാതിൽ സർവീസ് കമ്മീഷൻ എന്ന പേരിലാണ് ഇപ്പോൾ ഒക്കെ അറിയപ്പെടുന്നത്. കാരണം PSCക്ക് ഒരു കാര്യവുമില്ല. അതിൻ്റെ റാങ്കിൻ്റെ കാലാവധി അവസാനിക്കും, അന്ന് അതിൻ്റെ റാങ്ക് കാലാവധി 1ാം റാങ്കുകാരൻ തന്നെ വീട്ടിലിരിക്കുന്നു. അപ്പോൾ ഇതിൽ പിൻവാതിൽ നിയമനമാണ് ഇപ്പം മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലായി KAS എന്ന് പറയുന്ന IASന് സമാനമായി കേരളത്തിലുണ്ടാക്കിയ ഒരു സംവിധാനം. അതിനകത്ത് പോലും ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യമാരും ഒക്കെ അതിലൊരാളിനെ കണ്ണൂർ ഭാഗത്ത് തെരഞ്ഞെടുപ്പിന് പോലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ദുരുദ്ദേശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. KAS എന്ന് പറയുമ്പോൾ IASന് തുല്യമായി നാളെ ആ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വരുന്നവരാണ്. അതാണ് ഇതിനകത്ത് മുഴുവൻ പിൻവാതിൽ നിയമനമാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും അതെ. കഴിഞ്ഞ 10 വർഷമായിട്ട് KSRTCയിൽ PSC നിയമനം നടന്നിട്ടില്ല. ഈ പിൻവാതിൽ നിയമനം തന്നെയാണ്. അങ്ങനെ ഈ സ്വിഫ്റ്റിനെ ഇങ്ങനെ പിൻവാതിൽ നിയമനം നടത്താനും പണം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി കൊണ്ടുവരാനൊക്കെയുള്ള ഒരു സംവിധാനമാണ് സ്വിഫ്റ്റ്. അതെ, തീർച്ചയായിട്ടും അതെ. അതിനകത്ത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 143 ദീർഘദൂര സർവീസുകളാണ് ഈ സ്വിഫ്റ്റിനില്ല. അല്ലാതെ അടുത്തില്ല. അതിനകത്ത് 143 ബസ്സുകൾ ഒഴിച്ച് ദീർഘദൂര സർവീസുകൾ ബാക്കി 500-നടുത്ത് വരണമെന്നാണ് എൻ്റെ. അത് മുഴുവൻ സ്വിഫ്റ്റാണ്.
അത് മുഴുവൻ സ്വിഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോർപ്പറേഷനെ നശിപ്പിക്കാനുള്ള ഒരു പരിപാടി. ഇതിൻ്റെ അന്തകനാണത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ KSRTCയുടെ അന്തകനാണത്. അല്ല ഇതിനകത്തൊരു വേറൊരു സംവിധാനത്തിൻ്റെ കാര്യമുണ്ടോ? ആളിനെ കയറ്റി പൈസ മേടിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ രക്ഷപ്പെടുത്താൻ പോകുന്നിടത്ത് ഈ 2 വഴിക്കൂടെ എന്തിനാണ് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഈ ബസ്സിൻ്റെ വാങ്ങലും ഒക്കെ അതുപോലെ തന്നെ ബസ് മേടിക്കുന്നതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ ബോഡി ബിൽഡിംഗ്, നമുക്കാണെങ്കിൽ വർക്ക്ഷോപ്പുകൾ, നിരവധി വർക്ക്ഷോപ്പുകളുണ്ട് ഈ ബോഡി ബിൽഡിങ്ങിനുള്ള. മാവേലിക്കര, എടപ്പാൾ, കോഴിക്കോട്, അങ്ങനെ പല. അതെല്ലാം നിർത്തി ഇപ്പോൾ അവർ ഇത് പുറത്ത് കൊടുത്താണ് ഈ ബോഡി പോലും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇന്നത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ ബസ് വാങ്ങുകയും അതുപോലെ അതിൻ്റെ മെക്കാനിക്കൽ അതിൻ്റെ പണി എടുപ്പിക്കുന്ന സമയത്തൊക്കെ ഈ അഴിമതിക്ക് അനവധി സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഈ അഴിമതി. ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒറ്റ ഉദാഹരണം, നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാവുന്ന സംവിധാനമുള്ള നിരവധി വർക്ക്ഷോപ്പുകളുണ്ട്. അത് നിർത്തിയിട്ട് പുറത്ത് കൊടുക്കുന്നത് അഴിമതിക്കാ. ഇവിടെ ചെയ്യാവുന്ന ഈ ജീവനക്കാർ ശമ്പളം മേടിക്കുന്ന ജോലിക്കാരൻ ചെയ്യേണ്ട പണി അവനെ വേണ്ടാന്ന് വെച്ചിട്ട് പുറത്ത്. അതുകൊണ്ടാണല്ലോ ഈ ജീവനക്കാരുടെ എണ്ണം പകുതിയായത് ഇത്തരം കാര്യങ്ങൾ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്പെയർ പാർട്സ്, അതിനകത്തൊക്കെ വൻ അഴിമതിയാണ് നടക്കുന്നത്. ആവശ്യമുള്ളത് മേടിക്കത്തില്ല, ആവശ്യമില്ലാത്തത് മേടിച്ചു കൂട്ടും. അതൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിമതി കാര്യങ്ങളൊക്കെ പണ്ട് ബിജു പ്രഭാകരൊക്കെ MD ആയിട്ടിരിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഴിമതി നടക്കുന്നു. പക്ഷേ അഴിമതി നടക്കുന്നതിനെ പറ്റി ഒരു അന്വേഷണം നടത്തത്തില്ല പിന്നീട്. അതില്ല. കാരണം ഇതൊക്കെ എല്ലാവരും ഇതിന് ഭാഗഭാക്കുകളാണ്. അപ്പോൾ പിന്നെ പിന്നെ ഇതിനകത്ത് അന്വേഷിക്കാൻ പോയാൽ ചിലപ്പോൾ അവരെ തന്നെ പിടിക്കും. അതെ. അപ്പോൾ അങ്ങനെ ഒരു KSRTC സംവിധാനത്തെ മുഴുവൻ അത് കൊള്ളയടിക്കാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് സ്വന്തമായി ഒന്നും വേണ്ടാതെ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് കമ്മീഷൻ വാങ്ങുക എന്നുള്ളതാണ് പരിപാടി. തീർച്ചയായിട്ടും അതെ. അല്ലെങ്കിൽ ഇതിനകത്തൊരു ഒന്ന് ചെയ്യാനുള്ള, ഇവിടെ ഒരു ജോലി ഭംഗിയായി ചെയ്യാനുള്ള ജീവനക്കാരിരിക്കെ അവരെ ഉപയോഗിക്കാതെ ഇത് പുറത്ത് കൊടുത്ത് ചെയ്യിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഴിമതിയാ. അല്ലാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് ജീവനക്കാരെ ഒഴിവാക്കിയതും മെക്കാനിക്കൽ കേന്ദ്രങ്ങളൊക്കെ പൂട്ടിയതുമായ അവസ്ഥയുണ്ടോ? 5 വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ ഈ ബോഡി പണി നടക്കുന്നുണ്ട്. ഈ ബോഡി ബിൽഡിങ് നിർത്തി. മറ്റേ സ്ട്രോങ് ബോഡികളായിരുന്നു. നമുക്കറിയാം പണ്ടൊക്കെ KSRTC ബസ്സുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബോഡിയുടെ ബലം എല്ലാവർക്കും അറിയാം, അതിനകത്ത് ചെയ്യുന്നതായിരുന്നു. ഇപ്പം അതില്ല, ഇപ്പോൾ പുറത്ത് കൊടുത്താണ് ചെയ്യിക്കുന്നത്. അഴിമതിക്ക് വേണ്ടി തർക്കമില്ലല്ലോ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ വലിയ താപ്പാനകളാണ് KSRTC മൊത്തം കൈകാര്യം ചെയ്യുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. വെള്ളാനയെന്ന് പറയാൻ വേണ്ടി. അതെ, താപ്പാനയല്ല, വെള്ളാന. അതാണ് KSRTC. അതാണ് KSRTC.